ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വരുണിന്റെ അച്ഛൻ ഗൗതമിനെ കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ഇനിയും ഇവൻ കണിമംഗലത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുൺ അവിടേക്ക് വരുന്നുണ്ട്. വരുണിനോട് അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്. വരുൺ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ തിരിച്ച് അമേരിക്കയ്ക്ക് പോവുകയാണെന്ന് പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, കമ്പനി കാര്യങ്ങളെല്ലാം നിന്നെ ഏൽപ്പിക്കാനായിട്ടാണ് ഇരുന്നത്, നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ. വരുൺ അപ്പോൾ പറയുന്നുണ്ട്, ഇത്രയും കാലം എങ്ങനെയാണ് പോയത്, അങ്ങനെ തന്നെ പോകട്ടെ, എന്തായാലും ഞാൻ പോവുകയാണെന്ന് പറയുന്നു. അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞാലും നീ കേൾക്കില്ല എന്നൊക്കെ. വരുൺ അപ്പോൾ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ ഞാൻ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണെന്നൊക്കെ. പ്രിയങ്കയും കൂട്ടിയിട്ട് പോകില്ല എന്നൊക്കെ വരുണിനോട് ചോദിക്കുന്നുണ്ട്. വരുൺ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് മനസ്സമാധാനം വേണം, അതിന് ഇവളെ കൊണ്ടുപോയാൽ ശരിയാകത്തില്ല എന്ന് പറയുന്നു. വരുൺ അങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഉർവശി വരുണിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഏട്ടനെ ധിക്കരിച്ചിട്ടല്ലേ അവൻ പോയതെന്നൊക്കെ പറഞ്ഞിട്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അവനോട് സമാധാനമായിട്ട് സംസാരിക്കാമെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് രാധിക സ്റ്റുഡിയോയിൽ പാട്ട് പാടുകയാണ്. രാധിക അതിമനോഹരമായിട്ട് പാട്ട് പാടുന്നുണ്ട്. സ്റ്റുഡിയോയിലുള്ളവർക്കൊക്കെ പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. രാധികയ്ക്കാണെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ട്. രാധിക അപ്പോൾ പൈസ വേണ്ടാന്ന് പറയുന്നു. നേരത്തെ ഒരു തവണ ഞാൻ പൈസ വാങ്ങിയിട്ടുള്ളതല്ല, ഈ തവണ എനിക്ക് പൈസ വേണ്ട. ശ്യാമ മേഡത്തിന് വേണ്ടിയാണ് പാടിയിരിക്കുന്നത്, ഞാൻ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന മേഡമാണെന്നൊക്കെ പറയുന്നു. സ്റ്റുഡിയോയിലുള്ള ആൾ രാധികയുടെ വീട് എവിടെയാണെന്നും അച്ഛനും അമ്മയും ആരാണെന്നും ഒക്കെ ചോദിക്കുന്നുണ്ട്. രാധിക ഡീറ്റെയിൽസ് എല്ലാം കാര്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വരുണിന്റെ ചെറിയച്ഛനെയും ഭാര്യയും മോനെയുമാണ്. ഉർവശി ഭർത്താവിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഐഡിയ ഏറ്റിട്ടുണ്ട്, എന്തായാലും ഏട്ടന്റെ മനസ്സിൽ ഗൗതമിന് സ്ഥാനമുണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ചെറിയച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, ഇവനെ സിംഹാസനത്തിൽ ഇരുത്തണം, അതാണ് എൻ്റെ ഉദ്ദേശമെന്നൊക്കെ. വരുൺ എന്തായാലും ഇവിടെ നിന്ന് പോകും, ഒരിക്കലും തിരിച്ചു വരാത്തതുപോലെ ആക്കണമെന്നൊക്കെ പറയാണ്. അച്ഛനും മകനും പരസ്പരം മിണ്ടാത്ത വണ്ണം അടിച്ചു പിരിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്ലാൻ ചെയ്യുകയാണ്. പിന്നീട് വരുണിന്റെ അടുത്തേക്ക് പ്രിയങ്ക ചെല്ലുന്നുണ്ട്. പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രക്ഷപ്പെടാമെന്നാണോ കരുതിയിരിക്കുന്നത്? എന്നോട് പറഞ്ഞ ഡിമാൻഡൊക്കെ അംഗീകരിക്കണം, എനിക്ക് പൈസ അയച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നു. വരുൺ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പൈസ അയച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്നൊക്കെ. കല്യാണ മണ്ഡപത്തിൽ നീ ചെയ്ത ചതിയെക്കുറിച്ച് എല്ലാരോടും പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട്, ആ കാര്യം അറിഞ്ഞാൽ എല്ലാവരും എന്നെ വെറുക്കുമായിരിക്കും, ഞാൻ ഇവിടെ നിന്നും എന്തായാലും പോകാനുള്ളതല്ലേ, അതുകൊണ്ട് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നു. എന്തായാലും നിങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടു പോകാമെന്നൊന്നും കരുതണ്ട, എനിക്ക് തരാനുള്ളതൊക്കെ തന്നിട്ട് പോയാൽ മതി, അല്ലാതെ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു. പ്രിയങ്ക പറയുന്നുണ്ട്, അച്ഛനോടുള്ള സ്നേഹമെന്നൊക്കെ പറഞ്ഞത് ചുമ്മാതാണ്, എന്തായാലും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ പോകുന്നത് ഞാൻ തടഞ്ഞിരിക്കും, എന്തായാലും ആലോചിക്കാൻ സമയമുണ്ട്, ഞാൻ കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക പോയി കിടക്കുന്നു. ശേഷം കാണിക്കുന്നത് സ്റ്റുഡിയോയിലെ ആള് ശ്യാമയെ കാണാൻ വരുന്നുണ്ട്. ശ്യാമയോട് അയാൾ പറയുന്നുണ്ട്, ശ്യാമ പാടിയ പാട്ട് ആ കുട്ടി തന്നെ വന്ന് പാടിയെന്ന്. രാധിക എന്ന പെൺകുട്ടി നേരത്തെ വിനയപ്രസാദ് മേഡം കൊണ്ടുവന്ന കുട്ടിയാണെന്ന് പറയുന്നു. ശ്യാമയ്ക്കപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് പാടാൻ പറ്റാഞ്ഞത് നന്നായെന്നൊക്കെ. സ്റ്റുഡിയോയിൽ നിന്ന് വന്ന ആള് പറയുന്നുണ്ട്, ആ കുട്ടിയാണെങ്കിൽ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ്, അത് മാത്രമല്ല പൈസ കൊടുത്തിട്ട് വാങ്ങിയില്ല, ഇത് മേഡത്തിന് വേണ്ടി പാടിയതാണെന്നാണ് പറഞ്ഞതെന്നൊക്കെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിൽ നല്ല സാമ്യമുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ പിന്നീട് പറയാമെന്ന്. അയാൾ പറയുന്നുണ്ട്, ആ കുട്ടി ശ്രീകൃഷ്ണപുരത്തെ തിരുമേനിയുടെ മൂത്ത മകളാണെന്ന്. ശ്യാമ മേഡത്തിന് വേണ്ടിയാണ് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചതെന്ന് പറയുന്നു. ശ്യാമ ഇപ്പോൾ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അയാൾ പോയതിനു ശേഷം ശ്യാമ അശ്വതിയോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് ഇപ്പം മനസ്സിലായോ, നമ്മൾ എപ്പോഴും ആ അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന്, എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നൊക്കെ പറയുന്നു. ഇനിയും എനിക്ക് എൻ്റെ മകളെ പോയി കാണണമെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. അതിനുശേഷം ശ്യാമ കൃഷ്ണന്റെ അടുത്ത് വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട്. കൃഷ്ണനോട് നന്ദി പറഞ്ഞിട്ട് അഖിലിന്റെ ഫോട്ടോയും നോക്കി സംസാരിക്കുകയാണ്. ശ്യാമ അഖിൽ സാറിനോട് പറയുകയാണ്, നമ്മളുടെ മകളെ കണ്ടെത്തിയിട്ടുണ്ട്, എന്തായാലും ഞാൻ അവളെ കാണുമ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയുമെന്നൊക്കെ സൂചിപ്പിക്കുന്നു. അഖിൽ സാർ അവളെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നം കണ്ടെന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.